ഹരേ കൃഷ്ണ. ഇത് ബ്ലാക്ക് ടെർമറിക് അല്ലെങ്കിൽ കരിമഞ്ഞളിന്റെ ചെടിയാണ്. സാധാരണ മഞ്ഞളിന് മഞ്ഞ കളറാണ് ഉള്ളിലെങ്കിൽ ഈ കരിമഞ്ഞളിന്റെ ഉള്ളിലത്തെ കളറ് കറുപ്പ് കലർന്ന ഒരു നീലയായിരിക്കും കേട്ടോ. ഈ മഞ്ഞള് മാന്ത്രികത്തിലും താന്ത്രികത്തിലും ഒക്കെ കാര്യസിദ്ധിക്കും ധനാകർഷണത്തിനും വേണ്ടി പല രീതിയിലും പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു വസ്തുവാണ്. വളരെ പവർഫുൾ ആണ്. കാളിദേവിയുടെ എനർജിയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ് ഇതിന്റെ പ്രവർത്തനവും. നമുക്ക് റിസൾട്ട് കിട്ടുന്ന വളരെ പെട്ടെന്നായിരിക്കും. കരിമഞ്ഞൾ ഉപയോഗിച്ച് പണത്തെ പല രീതിയിലും നമുക്ക് ആകർഷിച്ചെടുക്കാം. അതിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്രിയയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു കരിമഞ്ഞളിന്റെ ചെറിയൊരു കഷ്ണം മതി കേട്ടോ. ഇതൊരു വലിയ പീസാണ്, ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിനെ കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്തിട്ടൊരു ചെറിയ കഷ്ണം എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മഞ്ഞ തുണിയാണ്. ഈ തുണിയിലേക്ക് നമുക്ക് 9 കോയിൻസ് വെക്കണം. അത് ചെമ്പ് കോയിൻ ആയിരിക്കണം, പഴയ കോയിൻ ആയിരിക്കണം. പുതിയ ഇപ്പോഴത്തെ ഇരുമ്പിന്റെ കോയിൻസ് ഒന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ കാലണ, അരയണ, 1.5 അണ എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ കോയിൻസില്ലേ, വളരെ ലൈറ്റ് വെയിറ്റ് ഉള്ള ചെറിയ കോയിൻസ് ചെമ്പിന്റെ, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ പഴയ നോട്ടുകളായാലും മതി, പണ്ടത്തെ നോട്ടുകൾ. അതാണ് ഈ ഒരു ക്രിയയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒരു കഷ്ണം കരിമഞ്ഞളും കൂടെ വെക്കണം. കരിമഞ്ഞൾ നമ്മൾ ഏത് വസ്തുവിനോട് ചേർത്ത് വെക്കുന്നോ ആ വസ്തുവിനെ അത് വശീകരിച്ചെടുക്കും. അതാണ് അതിൻ്റെ പവർ. ഇനി ഈ തുണി നന്നായിട്ട് മടക്കിയെടുക്കാം. ഉള്ളിൽ ആ കരിമഞ്ഞളും കോയിനും ഉണ്ടല്ലോ, നന്നായിട്ട് മടക്കി പറ്റുമെങ്കിൽ ഒന്ന് ആ തുണി കൊണ്ട് തന്നെ ഒന്ന് കെട്ടിയെടുക്കണം. അതിനുശേഷം നമ്മളൊരു നൂലെടുക്കണം. ആ നൂലിൻ്റെ കളറ് ചുവപ്പ്, ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ ആയിരിക്കണം. ഇനി ഈ നൂല് ഈ തുണിയുടെ പുറത്തൂടെ നല്ലതായിട്ട് ചുറ്റി ചുറ്റി എടുക്കണേ. നല്ല ടൈറ്റായിട്ട് മുറുകിയിരിക്കണം. ഉള്ളിൽ ആ മഞ്ഞളും കോയിൻസും നല്ല പ്രസ് ചെയ്ത് ഒരുമിച്ചിരിക്കണം. അതിനു വേണ്ടിയാണ് നന്നായിട്ട് മുറുക്കി കെട്ടിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് ചന്ദനം അങ്ങ് തടവി വെക്കാം. അതിനുശേഷം ഒരു സിന്ദൂരത്തിൻ്റെ പൊട്ടും കൂടെ അതിൽ തൊട്ട് വെക്കുക എവിടെയെങ്കിലും. ആ സിന്ദൂരത്തിൻ്റെ പൊട്ട് തൊടുന്ന സിന്ദൂരം നമ്മൾ തൊടുന്ന സിന്ദൂരം ആയിരിക്കരുത്. പുതിയ ഒരെണ്ണം വാങ്ങി ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിയകൾക്ക് വേണ്ടി നമ്മളൊരു സിന്ദൂരം പ്രത്യേകം വാങ്ങി വെക്കേണ്ടതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതൊരു ബോക്സിലാക്കി പൂജാമുറിയിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ബോക്സിലാക്കി വെക്കാനായിട്ട്. ഈ ക്രിയ ചെയ്യുന്നതിലൂടെ പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിശ്വാസത്തോടെ വേണം ഇത് ചെയ്യാനായിട്ട്. കൂടാതെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയും വേണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.